എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പാരായണം നമുക്ക് ആരംഭിക്കാം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീമതി ലതിക സോമൻ, ശ്രീമതി ഹേമലത സോമൻ. രണ്ടുപേരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാമാഭിഷേക വിഘ്നം മുതൽ ലക്ഷ്മണോപദേശം വരെയാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. എല്ലാവരെയും ഈ പാരായണത്തിലേക്ക് സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ആരംഭിച്ചോളൂ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ചാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയപുത്രി വശഗതനാകയാൽ ആകുലമുള്ളിൽ വരുന്നതിതേറ്റവും. ദുർഗേ ഭഗവതി ദുർഗതി നാശിനി, ദുർഗതി നീക്കി തുണച്ചിടുകമ്പികെ. കാമുകനല്ലോ നൃപതി ദശരഥൻ, കാമിനി കൈകേകി ചിത്തമെന്തീശ്വര. നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി, വേഗാൽ അയോധ്യക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിടുവാൻ ആമവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ധര തന്നെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ട് ചൊല്ലിച്ചു. പിന്നെ വിരവോട് കൈകേകിയെ കൊണ്ട് തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാൻ മടിക്കരുതെന്നമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ധരതൻ വദനാന്തരെ വാണിയിടിനാൽ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ തിവർക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേകി താനും അവളോട് ചൊല്ലിനാൾ. മന്ധരെ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരമൂലം അലങ്കരിച്ചിടുവാൻ. നാളികലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ
മഹാകർഗർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടെന്നറിയാതെ ഏറിയൊരാപത്ത് വന്നടുത്തു. നിനക്കാരും ഒരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകമടുത്ത നാളുണ്ടെടോ കാമിനി മാക്കുല മൗലി മാണിക്യമേ. യുദ്ധമവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചുത്ഥാനവും ചെയ്തു കേകയപുത്രിയും ചിത്രമായൊരു ചാമീകര നൂപുരം ചിത്തമോദേന നൽകിയിടിനാണാതരാൾ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതിനെന്റെ അവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെന്നെനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിക നീ. നല്ല വസ്തുക്കൾ എനിക്ക് തന്നെ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമ നന്ദനൻ. ഇഷ്ടമല്ലാത്തൊരു വാക്കു പറയുകിലൊട്ടുമേ ഭേദം അവനില്ലൊരിക്കലും. അശ്രാന്തമെന്നെ അത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടി ഉണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ. കേകയപുത്രിതൻ വാക്കുകൾ കേട്ടളവ് ആകുല ചേതസ പിന്നെയും ചൊല്ലിനാൾ. പാവേ മഹാഭയകാരണം കേൾക്ക നീ. ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ. തൊൽപുത്രനായ ഭരതനെയും ബലാൽ പ്രിയനായ ശത്രുഘ്നെയും നൃപൻ മാതുലനെ കാൺമതിനായി അയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇതും. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജാനുഭൂതി സൗമിത്രിക്ക് നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായൊരു നീ ദാസിയായി നിത്യവും കൗസല്യെ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കെന്നതും വരും. ഭാവിക്കയും വേണ്ട രാജ്യത്വമേതുമേ നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാമൊരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം. സപജ്ഞജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ട് ധരണിയിൽ വാഴുകയിൽ നല്ലു മരണം അതിനില്ല സംശയം. ചൊല്ലുവാൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ. ഉത്സാഹമുണ്ട് നിനക്കെങ്കിലിക്കാലം സ്വസുതൻ തന്നെ വാഴിക്കും നരവരൻ. രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമി പാലജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതനു വരുമതി പ്രൗഢി കീർത്തിയാ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിലതിനൊരു ഉപായവും പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രൻ അർത്ഥിക്കയാൽ മന്നവൻ ശാപബാണങ്ങളും കൈക്കൊണ്ടു തന്നുടെ സൈന്യസമം തേരിലേറിനാൽ. നിന്നോടു കൂടവേ വിണ്ണിലകം പൂക്കു സന്നദ്ധനായി ചെന്ന അസുരാരോടേറ്റപ്പോൾ ഛിന്നമായി വന്നു രഥാക്ഷകീലം പോരിൽ എന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം ഇങ്ങനെ നിന്നതും. ശത്രുക്കളെ വധം ചെയ്ത് പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായൊരു ദശാന്തരെ നിൻ തൊഴിൽ കണ്ടതി സന്തോഷം ഉൾക്കൊണ്ട് ചെന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞതു ഭൂപനും. നിൻ ചരിതം നന്നു നിരൂപിച്ചാൽ 2 വരം തരാം നീ എന്നെ രക്ഷിച്ചുകൊണ്ട് അതുമൂലം വരിച്ചുകൊണ്ടാലും നീ. ഭദ്രവാക്യം കേട്ടു നീയും അന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിനാൽ. ദത്തമായൊരു വരത്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര. ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരികെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരത്വയം ഇന്ന് അപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ. ഞാനും മറന്നു കിടന്നിതു മുന്നമേ മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയാ. ധീരതയോടിനേ ക്ഷിപ്രമിപ്പോൾ ക്രോധകാരം പ്രവിശ്യ കോപേന കിടക്ക നീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭ പൂണ്ടോരു കാർക്കൂന്തൽ അഴിച്ചിട്ടു ഭൂമേനിയും പൊടി കൊണ്ടങ്ങണിഞ്ഞിക. ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലെ
മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞുകൊണ്ട് അർത്ഥിച്ചു കൊള്ളുക വരത്വയം. ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം. മന്ധരച്ചൊന്ന പോലെ അതിനേതുമേൽ അന്തരം കൂടാതെ ചെന്നു കൈകേകിയും ഭക്ത്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയം മേവിനാൽ. കൈകേകി മന്ധരയോട് ചൊന്നാളിനി രാഘവൻ കാനനത്തിനു പോളവും. ഞാനിവിടെ കിടന്നിടുവാനല്ല എങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമെന്നു ഭരതനു ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവൻ. 100 ദേശങ്ങൾ ഇതിനില്ല സംശയം. ഏതുമിന്നൊരിളക്കം വരായിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൽ മന്ധര. പിന്നെ അവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും. ധീരനായ ഏറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിയദേശിവാക്യാസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജന നിത്യനായി വന്നുകൂടും ദൃഢം. ദുർജന സംസർഗമേറ്റ അകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ. കച്ചളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. എങ്കിലോ രാജ ദശരഥനാദരാൽ പങ്കജനേത്രഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രഭൃതികളോടും പറഞ്ഞുകൊണ്ട് അന്തപുരമകം പൂക്കരുളിടിനാൻ. അന്നേരം ആത്മപ്രിയതമയാകിയ തന്നെ ഭക്തിയെ കാണായക കാരണം എത്രയും വിഹുലനായൊരു ഭൂപനും ചിത്തതാരിൽ നിരൂപിച്ചു ദീദൃശം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധോ മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ. സുന്ദരിയാം അവൾ ഇന്നെങ്ങു പോയിനാൽ മന്ദമാകുന്നതുന്മേഷമെൻ മാനസേ ചൊല്ലുവിൻ ദാസികളെ ഭവസ്വാമിനി. കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൽ. ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാർ. ക്രോധാലയം പ്രവേശിച്ചതിൻ മൂലം ഏതും അറിഞ്ഞില്ല ഞങ്ങളോ മന്നവ. തത്ര ഗത്വാ നിന്തിരുവടി ദേവിതൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം. മന്ദമന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലെന്തിനു വല്ലഭേ. നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞ് ആതങ്കമോടു കിടക്കുന്നതെന്തു നീ. ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തന്നോട് ചൊൽകടോ. മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയൻ ചെയ്യുകയുമില്ല നിനക്കെടോ. നാരികളെ നരന്മാരോ ഭൂപതിയോടൊരു വിപ്രയം ചെയ്തതു വല്ലഭേ. നാരികളോ നരന്മാരോ ഭവതിയോടൊരു വിപ്രിയം ചെയ്തതു വല്ലഭേ. ദണ്ഡനെന്നാകിലും വത്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ. നിർധനൻ എത്രയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വയ്പ്പാൻ അവനെ ഞാൻ. അർത്ഥവനേറ്റമനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവേനെന്നും അവനെ ഞാൻ. വധ്യനെ നൂനം അവധ്യനാക്കിടാമ മധ്യനെ വേണ്ടുകിൽ. നൂനം നിനക്കധീനം മമ ജീവനം മാനിനി ഖേദിപ്പതിനെന്തു കാരണം. മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്ക് മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗളശീലനാം ശ്രീരാമനാണ് ഞാൻ. അങ്കനാരത്നമേ ചെയ്യുവൻ തവഹിതമിങ്ങനെ ഖേദിപ്പയായികമാം വല്ലഭേ. യുദ്ധം ദശരഥൻ കൈകേകി തന്നോട് സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചു ദാനവും ചെയ്തു മന്നവൻ തന്നോട് മന്ദമുര ചെയ്താൽ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞത് നേരെങ്കിൽ എന്നുടെ പത്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യക്തമാക്കിയിടൈക സത്യത്തെ മന്നവ. എങ്കിലോ പണ്ട് സുരാസുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ടചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു 2 വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാവൾ അപേക്ഷിക്കുന്നതുണ്ടെന്ന് വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു. ഭവാങ്കലത് 2 ഇച്ഛയുണ്ടെന്നു വാങ്ങിയിടുവാൻ ഭൂപതേ. എന്നതിലൊന്നു രാജ്യാഭിഷേകം
ഭവാനെന്ന് ഭരതനു ചെയ്യണമെന്നും എന്നതും. പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്ന് തന്നെ ഗമിക്കണമെന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരേ കാലം 14 വത്സരം വാഴണം. മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം. രാമനുഷസി വനത്തിനു പോകണം എന്നിവ 2 വരങ്ങളും നൽകുകിൽ ഇന്നു മരണമെനിക്കില്ല നിർണയം എന്നു കൈകേകി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ. വജ്രമേറ്റദ്രി പതിച്ച പോലെ ഭുവി സജ്വര ചേതസാ വീണിതു ഭൂപനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ. ദുസ്സഹവാക്കുകൾ കേൾക്കയാൽ എന്തയ്യോ ദുസ്വപ്നമാഹന്ത കാൺകയോ ഞാനിഹ. ചിത്തഭ്രമമ്പലാൽ ഉണ്ടാകയോ മമ മൃത്യു സമയം ഉപസ്ഥിതമാകയോ. കിം കിം മേതൽ കൃതം ശങ്കര ദൈവമേ പങ്കജലോചന പരബ്രഹ്മമേ. വ്യാഘ്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേകി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തേവ മുര ചെയ്തു. എന്തിവണ്ണം പറയുന്നതു ഭദ്രേ നീ, എന്തു നിന്നോട് പിഴച്ചതു രാഘവൻ. മൽപ്രാണഹാനീകരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിനെന്തു കാരണം. എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിൽ ഒരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്ന് തോന്നുവാൻ എന്തൊരു കാരണം. നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ. ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ. രാമനാലേതും ഭയം നിനക്കുണ്ടാക ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേകിയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടിനാൾ. ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ. ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ. ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൾ. പങ്കജനേത്രനാം രാമനുഷസ്സിനു ശങ്കവിഹീനം വനത്തിനു പോകായിൽ എന്നുടെ ജീവന ഞാൻ കളഞ്ഞിടുവൻ. മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം. സത്യസന്ധൻ ഭുവി രാജാ ദശരഥൻ എത്രയും എന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർക്കത്തെ വിടിഞ്ഞതു കാരണം യാതന ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട. രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വ്യഥാമിഥയാക്കിയിടൊല. കൈകേകി തന്നെ നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നനായി സന്താപമോട് മോഹിച്ചു വീണിടിനാൻ. പിന്നെയുണർന്നിരുന്നും കിടന്നും മകൻ തന്നെ ഓർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമേതി പ്രലാപേന യാമിനി പോയതു വത്സര തുല്യയായി. ചേർന്നു അരുണോദയത്തിനു രാമേതി പ്രലാപേന യാമിനി പോയതു വത്സര തുല്യയായി. ചെന്നാർ അരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യ സ്തുതി ജയ സത്യേന സംഗീത ഭേദങ്ങൾ എന്നിവറ്റെ കൊണ്ടും പള്ളിക്കുറപ്പുണർത്തിയിടിനാൻ. അന്നേരം ഉള്ളിലുണ്ടായ കോപേന കൈകേകിയും ക്ഷിപ്രമവരെ നിവാരണവും ചെയ്താൽ വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവർകളും. അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമിസ്പൃശാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന പെൺകൊറ്റക്കുടത്തട ചാമരം താലവൃന്ദം കൊടിത്തോരണം ചാമീകരമാഭരണാദ്യാലങ്കാരവും വാരണവാജിരഥങ്ങൾ പദാദിയും വാനനാരീജനം പൗരജനങ്ങളും ഹോമരത്നോജ്വല ദിവ്യ സിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വശിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാസു സംഭരിച്ചിടിനാർ. സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികൾ ആബദ്ധ കൗതൂഹലാബ്ധി നിമഗ്നരായി
രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ തീർത്ഥ പരമാനന്ദത്തോടു മേവിനാർ. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്ന കിരീടമണിഞ്ഞതി രമ്യമകരായതി രമ്യമകരായുധ മണികുണ്ടല സന്മുക്ത ശോഭിത ഗന്ധസ്ഥലങ്ങളും പുണ്ടരീകച്ചതലോചന ഭംഗിയും പുണ്ടരീകാരാദി മണ്ഡല തുണ്ടവും ചന്ദ്രിക സുന്ദര മന്ദസ്മിതാഭയും കുന്തമുകുള സമാന ദന്തങ്ങളും ബന്ധുക സൂന സമാനാധരാഭയും കന്ധര രാജിത കൗസ്തുഭ രത്നവും ബന്ധുരാഭം തിരുമാറുമുദരവും സന്ധ്യപ്രസന്നിഭ പീതാംബരാഭയും പൂഞ്ചേലമീതെ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുമ്പികുലോത്തമൻ തുമ്പിക്കരം കണ്ടു കുമ്പിട്ടു കൂപ്പിടും ഉരുകാന്തങ്ങളും കുംഭീന്ദ്ര മസ്തക സന്നിഭ ജാനുവും അംഭോജബാണ നിഷംഗഭജംഗവും കമ്പം കലർന്നു കമടപ്രവരനും കുമ്പിടുന്ന ഒരു പുറപടി ശോഭയും അംഭോജ തുല്യമാം അംഗ്രിതലങ്ങളും ജംഭാരിരത്നം തൊഴും തിരുമേനിയും ഹാരകടക വലയാങ്കുലിയാദി ചാരുധര ആഭരണാവലികളും പൂണ്ട് വാരണവീരൻ കഴുത്തിൽ തിറത്തോടു ഗൗരാധപത്രം ധരിച്ചരികെ നിജലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസാനാം രാമചന്ദ്രൻ മുതാ കാണായി വരുന്നു നമുക്കിനി എന്നിതം മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം ശോണീപതി സുതനാകിയ രാമനെ കാണായി വരും. പ്രഭാദേവത നിർണയം രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്ന് ചീർത്ത വിഷാദമോടുത്സുഖ്യം ഉൾക്കൊണ്ട് മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തു പാർത്ഥാനന്ദപൂർണാമൃതാർത്ഥിയിൽ വീണുമുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിടിനാർ പുരവാസികളാദരാൽ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വിച്ഛിന്നാഭിഷേകം. അന്നേരമാദിത്യന് മുദിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറിപ്പുണർന്നീലെന്നും എന്തൊരു മൂലമതിനെന്നു മാനസേ ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരമകം ബുക്കാനതിദ്രുതം. രാജീവമിത്ര ഗോത്രോത്ഭൂത ഭൂപതി രാജരാജേന്ദ്ര പ്രവര ജയ ജയാം. യുദ്ധം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ധാനവും ചെയ്തു വന്നിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു ഹൃദയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേകി തന്നോട് ചോദിച്ചാൻ. ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേകി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തൊന്നു മഹാരാജവല്ലഭേ ചൊല്ലുകെന്നോടെന്നു കേട്ടു കൈകേകിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്തത്തിന് അസ്വതന്ത്രത്വം ഭവിക്കയാൽ. രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കയും ഉദ്യൽ പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായതു മന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ട് സുമന്ത്രനും ചൊല്ലിനാൻ. ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമനാകർണ്യ ജ്ഞാനിക രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഗോപാലനും ചൊല്ലിനാൻ. ചെന്നു നീ തന്നെ വരുത്തു കുമാരനെ. സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ട് സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോട് ചൊല്ലിനാൻ. താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെ എഴുന്നള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരം അവൻ തന്നോടുകൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനാം താതൻ മരുവീടും.
മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്നിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്ത് ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂവനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചോരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങൾ അതു കണ്ടനന്തരം ആരൂഢ ശോകാൽ വിലാപം തുടങ്ങിനാർ. രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേദേന മന്ദിരം ബുക്കിത് സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തൊന്നു താത ദുഃഖത്തിനു. നേരെ പറവിനറിഞ്ഞവരിന്നത് നേരം അന്നേരം പറഞ്ഞത് കേകയ പുത്രിയും. കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം. ചേതസ്സി നീ നിരൂപിക്കലെളുതിന് താതന് ദുഃഖ നിവൃത്തി വരുത്തുവാൻ. ഭർത്തു ദുഃഖോപശാന്തിക്ക് കിഞ്ചിൽ ത്വയാ കർത്തവ്യമായ ഒരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം. പുത്രരിൽ ജ്യേഷ്ഠനാകുന്നത് നീയല്ലോ. രണ്ടു വരം മമദത്തമായിട്ടുണ്ട് പണ്ടു നിൻ താതനാൽ സന്തുഷ്ട ചേതസ. നിന്നാലെ സാധ്യമായുള്ളൊന്നത് രണ്ടും ഇന്നു തരേണമെന്നർത്ഥിക്കുകയും ചെയ്തേൻ. നിന്നോടത് പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനറിക നീ. സത്യപാശേന സംബദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുത്ഭവനെന്നതറിക നീ. മാതൃവചനശൂലാഭിഹതനായ മേദിനീ പാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ. ഇത്രയെല്ലാം പറയണമോ മാതാവേ. താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പനതിനില്ല സംശയം. മാനസേ ഖേദമതിനില്ലെനിക്കേതും. രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കൽ ത്യാജ്യമെന്നാലെന്നറിക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊല്ലിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പിനറിക നീ. പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം. ചേതസി ചെറ്റില്ലെനിക്കെന്നറിക നീ. താതകാര്യമനോജ്ഞത്വമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ. പിത്രാ നിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രൻ അറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്ന് വെച്ചടങ്ങുന്നവൻ. പിത്രോർമലമെന്നു ചൊല്ലുന്ന സജ്ജനം ഇത്തമെല്ലാം പരിജ്ഞാതം മയാധുന. ആകയാൽ താത നിയോഗമനുഷ്ഠിപ്പാൻ ആകുലമേതും എനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാം. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേരിയും രാമനോടാശു ചൊല്ലിയിടിനാളാദരാൽ. താതൻ നിനക്ക് അഭിഷേകാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതന് ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു. നീ 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടത് നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവനിന്നത് ദുഃഖമാകുന്നതും എന്നത് കേട്ട് ശ്രീരാമനും ചൊല്ലിനാൻ. ഇന്നതിനെന്തൊരു വൈഷമ്യമായതും ചെയ്യുക അഭിഷേകം ഭരതനു. ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തതെന്നോട് ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിനു മതിയവൻ രാജ്യം ഉപേക്ഷിപ്പതിന് ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകവാസത്തിനേറ്റമെളുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്കു ഇദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി മിതൃക്കൾക്കും പൂര്യവും തൃപ്തനാക്കിയിടിനാൻ. താതന് തന്നെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായ പിതൃ പ്രസാദത്തിനാൽ
അല്പമായുള്ള ഒരു കാര്യം നിരൂപിച്ചു മൽപിത ദുഃഖിപ്പതിനില്ല അവകാശം. രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ, സ്ത്രീജിതനായതികാമുകനായോരും രാജാധമനാകുന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതിനേതും അകപ്പെടാ, അല്ലായിൽ എന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാംബുദേ രാഘവ. പൃഥ്വിപതീന്ദ്രൻ ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ, ആഹാ രാമ ഹാ രാമ, ഹാ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങിനെ, എന്നെ പിരിഞ്ഞു നീ ഘോര മഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങിനെ നന്ദന. എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരാലോല വാർത്തു കരകയും നന്നായി മുറുകെ മുറുകെ തഴുകിയും പിന്നെ ചുടുചുടെ ദീർഘമായി വീർക്കയും. ഖിന്നനായോരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചു രഘുത്തമൻ. ആശ്ലേഷ നീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയഗോപിതൻ തഥാ. എന്തിനെന്താതൻ മൃഥൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായികയുമില്ലിതു രണ്ടിനും. സോദരൻ നാടും ഭരിച്ചിരുന്നിടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഓർക്കിലീ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവെനിക്കു വിധിച്ചതു നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്നിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുവേനെന്നരുൾ ചെയ്തു. ദേവനും മാതൃഗേഹം പുക്കതു നേരം ധാർമ്മികയാകിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ട് ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ട് ചെയ്യിച്ചു. വിത്തമതീവദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈക്കൊണ്ട് ഭഗവത് പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധിയുറച്ചിരിക്കുന്നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്ന് കൗസല്യോടന്നേരം സന്തോഷമോട് സുമിത്ര ചൊല്ലിയിടിനാൾ. രാമനുപഗതനായത് കണ്ടില്ലേ ഭൂമിപാലപ്രിയെ നോക്കിയിടുകെന്നപ്പോൾ വന്നിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുക പുണർന്നിടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദീവരദള ശ്യാമകളേവരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ. എന്തൻ മകനെ മുഖാംബുജം ആടുവാൻ ബന്ധമുണ്ടായതോ പാരം വിശക്കയോ, വന്നിരുന്നിടു കുചിപ്പതിനാശു നീ എന്നു മാതാവ് പറഞ്ഞോരനന്തരം. വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നുടെ മാതാവിനോടരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. മുൽപ്പാടുകേയ പുത്രിയാമമ്മയ്ക്കു മൽപിതാ രണ്ടു വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ. സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞുടൻ. തന്നുടെ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ, ഇന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ? ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. പൈതലേ വേറിട്ടു പോയ പശുവിനു ലാധി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം. എന്തു പിഴച്ചതു കൈകേകിയോട് നീ ചിന്തിക്ക ഭൂപനോടും കുമാരാബലാൽ. താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകേണമെന്നു താതൻ നിയോഗിക്കൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുടെ വാചാഗമിക്കുന്നതാകിലോ. ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ
മാനവും അംശവും ഇന്നേ മുടിഞ്ഞുപോം. തത്ര കൗസല്യാവചനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ. ആകുലമെന്തിതു കാരണമുണ്ടാവാൻ ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം. ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിനയച്ച അഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതും ഇതിന്നു ശോകിപ്പതിന് അന്തർമുതാ വസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവൻ ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം. കാര്യമില്ലാത്തത് ചെയ്യുന്നതാകിലാചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ. ഇത്തം പറഞ്ഞു ലോകത്രയം തദ്രുഷ ദഗ്ധമാമാറു സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായ ലിംഗനം ചെയ്തു. സുന്ദരനിന്ദിരാ മന്ദിരവത്സനാ ആനന്ദ സ്വരൂപൻ എന്തിന്ദിര വിഗ്രഹൻ ഇന്ദീവരാക്ഷനിന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ത്യാംഗ്രി യുഗ്മാരവിന്ദൻ പൂർണ്ണ ചന്ദ്രബിംബാനന്ദു ചൂടപ്രിയൻ വന്ദാരു വൃന്ദ മന്ദാരദാരൂപമൻ മന്ദാരദാരൂപമൻ. ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ശരണം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം. ഇന്നത്തെ ഈ പാരായണവും നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. ഇന്ന് വളരെ എന്താ പറയാ സംഭവബഹുലമായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. അഭിഷേകം തീരുമാനിച്ചു, അത് മുടങ്ങാണ്. അപ്പൊ ഒരു മംഗളകർമ്മം മുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് സങ്കടമുള്ള കാര്യമാണ്. സങ്കടമാണ്, അതൊരു നല്ലതായിട്ടല്ലല്ലോ നമ്മൾ വിചാരിക്കുക. പക്ഷെ അതിന്റെ കാരണങ്ങൾ പലതാണ്. അപ്പോൾ പണ്ട് കൊടുത്ത വരം വേണം എന്നാണ് മന്ധരയെ കൊണ്ട് പറയിപ്പിച്ചത്. അപ്പൊ എന്താണ്, സത്സംഗം അവിടെ കുറഞ്ഞുപോയി, ദുസ്സംഗമാണ് ഉണ്ടായത്. മന്ധര വന്ന് പറഞ്ഞത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ അതിൽ വിശദമായി പറയുന്നുണ്ട്. പക്ഷെ സത്സംഗം അഥവാ കിട്ടിയില്ലെങ്കിലും ദുസ്സംഗം ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇതെന്ന് മനസ്സിലാവണത്. നല്ല ആളുകളായിട്ടാണ് എപ്പോഴും നമ്മൾ യോജിച്ചു പോകേണ്ടത്. അഥവാ ഏതെങ്കിലും വിധത്തിൽ അത് സംഭവിച്ചില്ലെങ്കിൽ എന്താ പറയുക, വഴി തിരിച്ചുവിടുന്ന ആളുകളായിട്ട് ഒരിക്കലും സംഘം ഉണ്ടാവരുതെന്നാണ്. അതാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് കേട്ടത് കൊണ്ട്, ആ വാക്ക് കേട്ടത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ മകനേക്കാൾ കൂടുതൽ സ്നേഹമായിരുന്നു കൗസല്യക്ക്, അല്ലേ? അപ്പോ ഇതാണ് സംഭവിക്കുക. ഇതൊക്കെ ലോകത്തില് നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. എപ്പോഴാണ് വഴി മാറിപ്പോവുക, മനസ്സ് മാറിപ്പോവുക എന്നറിയില്ല. അപ്പോ എപ്പോഴും മാറാത്ത ശക്തിയായിട്ടുള്ള ഭഗവാനെ മാത്രം പിടിക്കുക. എല്ലാവരുടെയും മനസ്സ് മാറിപ്പോവും. മക്കളും ഭർത്താവും ഭാര്യയും ഒക്കെ ഏത് നിമിഷത്തിലാണ്, എത്ര പെട്ടെന്നാണ് വളരെ സന്തോഷമായിട്ടിരുന്ന ഒരു സന്ദർഭം പെട്ടെന്ന് തിരിഞ്ഞു വന്നത് എങ്ങനെയാന്നുള്ളതാണ്. പിന്നെ അതിന്റെ വേറൊരു കാര്യം കൂടി ആലോചിക്കുമ്പോ, നമ്മള് വരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാജാവിന്റെ ഒക്കെ ഇതിൽ വരുമ്പോ വരം, ഇപ്പൊ നമ്മള് പറയുമ്പോ ഒരു പ്രോമിസ് എന്ന് പറയാം. ഒരാൾക്ക് ഞാൻ ഇത് ചെയ്തു തരാം എന്ന് പറയുന്നത്, അത് ചെയ്തു തരാം എന്ന് പറയുമ്പോൾ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കണ്ട, അത് അപ്പൊ തന്നെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ പിന്നീട് സമയം ശരിയായിക്കൊള്ളണമെന്നില്ല. അന്ന് ദേവാസുര യുദ്ധത്തില് രക്ഷിച്ചു. അവിടെ രഥത്തിന്റെ എന്തോ പറ്റിയപ്പോ അവിടെ ആണിയാണ് പോയത്, അവിടെ കൈ വെച്ചു എന്നൊക്കെയാണ്. അപ്പൊ അതൊക്കെ ഒരു വലിയ സംഭവമാണ്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു സമ്മാനം കൊടുക്കേണ്ട ഒരു സന്ദർഭമാണ്. പക്ഷെ അത് അപ്പൊ തന്നെ വാങ്ങിയാൽ മതിയായിരുന്നു, അപ്പൊ തന്നെ കൊടുക്കുകയും ചെയ്താൽ മതിയായിരുന്നു. അത് വെച്ചതാണ് അബദ്ധമായത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ സന്തോഷമുള്ള സമയത്ത് നമ്മളിങ്ങനെ മനസ്സ് വലിയ സന്തോഷമുള്ള സമയത്ത് പ്രോമിസുകളൊന്നും കൊടുക്കരുത്. കാരണം നമുക്ക് പറ്റാത്ത പ്രോമിസും ചിലപ്പോൾ നമ്മൾ കൊടുത്തു വരും.
അതുപോലെ ദേഷ്യമുള്ളപ്പോ ഒരു തീരുമാനങ്ങളും എടുക്കരുത്. ദേഷ്യമുള്ളപ്പോ തീരുമാനം എടുത്താൽ അതും ബുദ്ധിമുട്ടാവും. അങ്ങനെ പല സംഗതികളും ഉണ്ട് ഇതില്. പിന്നെ രാമനെ പറ്റി പറയുമ്പോ ആ, അനുസരണം, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി. അനുസരിക്കുക. അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കുക. അത് നമ്മൾ ഭാർഗവരാമന്റെ കഥയിൽ നമ്മൾ പഠിച്ചു. അമ്മയും സഹോദരന്മാരെയും വധിക്കാൻ പറഞ്ഞപ്പോ അച്ഛനാണ് പറഞ്ഞത്, അത് സമ്മതിച്ചു. അപ്പൊ അതിനൊരു കാരണം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഗുരുക്കന്മാരെ അല്ലെങ്കിൽ മാതാപിതാക്കളെ അനുസരിക്കുക. അവര് വെറുതെ പറയില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ലക്ഷ്മണൻ ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യും, അച്ഛനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ചേട്ടന്റെ ഉം, എന്താണ് ഇത് നടത്തും എന്നൊക്കെ. പക്ഷെ അപ്പൊ ഇനി വരുന്നത് ലക്ഷ്മണ ഉപദേശമാണ്. സമാധാനമായിട്ട് അതിന്റെ എന്തുകൊണ്ടാണെന്നുള്ളത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചേട്ടാനിയന്മാരൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഒന്ന് കേൾക്കുമ്പോഴേക്കും അങ്ങടും ഇങ്ങടും കത്തിയും കഠാരി എടുക്കണ ചേട്ടനും അനിയന്മാരല്ല വേണ്ടത്. ഇതുപോലെ ഒരു ചേട്ടനും അനിയനും അവിടെ ലങ്കയിലുണ്ട്. അതിനി നമുക്ക് കാണും. ചേട്ടനും അനിയന്മാരും. പിന്നെ കാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെയുണ്ട്. വാനരന്മാരുടെ ഇടയിലും ചേട്ടനും അനിയനും ഉണ്ട്. ഒക്കെ ഈ ചേട്ടൻ അനിയൻ ബന്ധം, അമ്മയും മക്കളും എന്നുള്ള ബന്ധം, ഗുരു ശിഷ്യ ബന്ധം എല്ലാം നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. അപ്പോ ഇതൊക്കെ അനുകരിക്കാവുന്ന സംഗതികൾ അനുകരിക്കുക. അനുസരിക്കേണ്ടടുത്ത് അനുകരണം നല്ലതാണ്. അതുപോലെ തന്നെ ആരാധന, അതൊക്കെ നല്ലതാണ്. പക്ഷെ ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്? അനുസരണമാണ്. നമ്മള് ഇപ്പൊ ഇത് നാരായണീയം പഠിക്കുന്ന കാര്യത്തിലായാലും ഭാഗവതം പഠിക്കുന്ന കാര്യത്തിലായാലും നമ്മള് ഗുരുക്കന്മാരെ അനുസരിക്കുക. അവര് പറഞ്ഞത് അനുസരിക്കുക എന്നുള്ളതാണ് നമുക്കൊക്കെ വേണ്ടത്. ഇതൊക്കെ തന്നെയാണ് രാമായണത്തിലും ഭാഗവതത്തിലും നാരായണീയത്തിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അനുസരണയുള്ള വിദ്യാർത്ഥികളായിട്ട് ഇനിയുള്ള കാലം ജീവിക്കാം. നമുക്ക് ഗുരുക്കന്മാരുണ്ട്, ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർക്കേണ്ട കാര്യങ്ങൾ എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ ഈ പാരായണം ഇവിടെ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഹരി ഓം.